നമസ്കാരം. IT അനുബന്ധ സേവനങ്ങളിലും വിദഗ്ധരായവരെ വാർത്തെടുത്താൽ മാത്രമേ കേരളത്തിലെ IT വ്യവസായം ലോക IT ഭൂപടത്തിൽ സ്ഥാനം പിടിക്കൂവെന്ന് വൻകിട അമേരിക്കൻ IT കമ്പനിയായ കാൽസോഫ്റ്റിന്റെ MD സാം സന്തോഷ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ IT മേഖലയിൽ കേരളത്തിന്റെ സ്ഥാനം അപ്രധാനമാണെന്നും ചെന്നൈ IT കോറിഡോറാണ് ഇപ്പോൾ മുന്നിലെന്നും സാം സന്തോഷ് തിരുവനന്തപുരത്ത് സൂര്യ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. റാമ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതും പ്യുവർ IT നോക്കാതെ നമ്മൾ IT എനേബിൾഡ് സർവീസസിലേക്ക് പോകും. മനസ്സിലായില്ലേ? IT എനേബിൾഡ് സർവീസസ് എന്ന് പറയുമ്പോൾ BPO, ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ തന്നെ പല കാര്യങ്ങളും ഇനി ഇങ്ങോട്ട് മാറും. അപ്പോൾ ടോട്ടൽ ഔട്ട്സോഴ്സിങ് വരുന്നത് ഒരു 45 തൊട്ട് ഒരു 65% വരെയുള്ള കാര്യങ്ങൾ നേരെ ഇന്ത്യയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് ആക്സെപ്റ്റഡ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും വരുന്നില്ല, നമ്മൾ ഒരു പിക്ചറിൽ പോലും വരുന്നില്ലല്ലോ. ചെന്നൈ IT കോറിഡോറാണ് വിദേശ IT വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയിൽ ഇപ്പോൾ മുന്നിലെന്നും ഈ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിന് വരണമെങ്കിൽ IT വിദ്യാഭ്യാസ പരിശീലനത്തിൽ തന്നെ സമഗ്രമായ പരിഷ്കാരം വരുത്തണമെന്നും സാം സന്തോഷ് അഭിപ്രായപ്പെട്ടു. എഞ്ചിനീയർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒരു ചെറിയൊരു നാരോ ബാൻഡ് ആൾക്കാർക്കല്ലേ കയറാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾക്ക് അതിന് താഴെയുള്ള ആൾക്കാരെ റാമ്പ് അപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 6 month പ്രോഗ്രാം, 1 year പ്രോഗ്രാം, 2 year പ്രോഗ്രാം വെച്ച് നമ്മൾ ആൾക്കാരെ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കുറച്ച് സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ടീച്ചിങ് പറ്റും. വീഡിയോ കോൺഫറൻസിങ്ങും വെബ് കാസ്റ്റിങ്ങും എല്ലാം വെച്ചിട്ട് നമുക്ക് പറ്റും. അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഒരു നല്ലൊരു മാൻ പവറിനെ നമ്മൾ റാമ്പ് അപ്പ് ചെയ്യണം. വിദേശ IT വ്യവസായ സംരംഭകർക്ക് സ്ഥലസൗകര്യം മാത്രം ഒരുക്കി നൽകി കാത്തിരിക്കാതെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വിദേശ സംരംഭകരെ നേരിട്ട് കേരളത്തിലേക്ക് ആകർഷിക്കണമെന്നും 5 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കാൽസോഫ്റ്റിന്റെ മേധാവിയും തൃശൂർ സ്വദേശിയുമായ സാം സന്തോഷ് പറഞ്ഞു. BS രാജേഷ്, സൂര്യ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത നാളെ രാവിലെ 7:30. നമസ്കാരം.